മകനെ, മകളെ, നീ എന്തിനാണ് ഇങ്ങനെ ഭാരപ്പെട്ട മനസ്സുമായി നടക്കുന്നത്? നിന്റെ നിശബ്ദമായ പ്രാർത്ഥനകളും ആരും കാണാതെ നീ തുടച്ചു നീക്കിയ കണ്ണുനീർ തുള്ളികളും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ലോകം നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് നീ പരിഭവിച്ചപ്പോഴും നിന്റെ തൊട്ടടുത്ത് ഞാനുണ്ടായിരുന്നു. പ്രതിസന്ധികളെക്കുറിച്ച്, ജീവിതത്തിൽ ചില തടസ്സങ്ങൾ വരുമ്പോൾ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇരുട്ട് നിറഞ്ഞ രാത്രിക്ക് ശേഷമല്ലേ പ്രകാശമുള്ള പുലരിയുണ്ടാകുന്നത്? അതുപോലെ നിന്റെ ജീവിതത്തിലെ ഈ കഷ്ടതകൾ നിന്നെ തകർക്കാനല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സന്തോഷത്തിന് നിന്നെ പ്രാപ്തനാക്കാനാണ്. നിനക്ക് അർഹതപ്പെട്ടത് കൃത്യസമയത്ത് നിന്റെ കൈകളിൽ വന്നെത്തും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ചില വാതിലുകൾ നിന്റെ മുന്നിൽ അടഞ്ഞു പോയത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ഞാൻ അടച്ചതാണ്. കാരണം ആ വഴിയിലൂടെ പോയാൽ നീ അപകടത്തിൽപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ ദുഃഖിക്കരുത്. അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിനക്കായി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുക. നിന്റെ ഭാരങ്ങൾ എനിക്ക് വിട്ടുതരിക. നിന്റെ ഉള്ളിലെ നന്മയെ ഒരിക്കലും കൈവിടരുത്. ലോകം എങ്ങനെയായാലും നീ നിന്റെ ധർമ്മം മുറുകെ പിടിക്കുക. മറ്റുള്ളവരോടുള്ള ദേഷ്യവും പകയും നിന്റെ മനസ്സിനെ അശുദ്ധമാക്കാൻ അനുവദിക്കരുത്. നിന്റെ ചുറ്റുമുള്ളവർക്ക് സ്നേഹവും സമാധാനവും നൽകാൻ ശ്രമിക്കുക. നീ മറ്റൊരാൾക്ക് നൽകുന്ന ആശ്വാസം 10 മടങ്ങായി നിനക്ക് തന്നെ തിരികെ ലഭിക്കും. ഇനി നിന്റെ നല്ല കാലം തുടങ്ങുകയാണ്. തടസ്സപ്പെട്ടു കിടന്ന വഴികൾ തെളിയും. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്നു. നിനക്ക് ചുറ്റും എന്റെ കാവലുണ്ട്. ഭയപ്പെടാതെ മുന്നോട്ടു പോവുക. ഞാൻ നിന്നോടൊപ്പമുണ്ട്. മനസ്സമാധാനത്തോടെ ഉറങ്ങുക. നാളെ നിനക്കായി പുതിയൊരു പുലരി കാത്തിരിക്കുന്നു. ഓം നമഃ ശിവായ.